Tech in Time. It's time to code. ഹലോ എവ്രിവൺ, ടെക്കി ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തയ്യാറെടുപ്പ് വീഡിയോന്റെ തുടർച്ചയായിട്ടുള്ള പൈത്തൺ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ഇത്. അപ്പം ഇപ്പോഴാണ് നമ്മൾ ആക്ച്വലി കോഡിങ്ങിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈത്തണും പിന്നെ പൈച്ചാം അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഐഡി ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പൈത്തൺ കുറച്ച് ഹെവിയാണ്, അത് പറ്റാത്തവരോടായിരുന്നു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആയാലും മതി എന്ന് പറഞ്ഞത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിനക്സ് അല്ലെങ്കിൽ മാക് ഓഎസിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ടെർമിനലിലോട്ട് പോകണം. അതായത് ടെർമിനലിലോട്ട് പോവാം. ഓക്കെ, ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ട് ബട്ടണിൽ പോയിട്ട് അവിടെ റൺ കമാൻഡ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് CMD എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് തുറന്നു വരും. എന്നിട്ട് അവിടെ വന്നിട്ട് നമ്മൾ പൈത്തൺ ഹൈഫൺ വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. അതായത് പൈത്തൺ ഹൈഫൺ വേർഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള പൈത്തണിന്റെ വേർഷൻ കാണിക്കും. അപ്പോൾ മാക് ഓഎസിൽ ലെഗസി വേർഷൻസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് അത് 2.7 കിടക്കുന്നത്. അപ്പം ഞാൻ അഡീഷണൽ ആയിട്ട് പൈത്തൺ ത്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഒരു പൈത്തൺ കിടക്കുന്നത് കൊണ്ടും ഇതിന്റെ രണ്ടാമത്തെ പൈത്തൺ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എനിക്ക് പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് തന്നെ അത് 3.8.3 ആയിരിക്കണം, അല്ലെങ്കിൽ 3 ഏതെങ്കിലും വെർഷൻ ആയിരിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഓൾറെഡി പൈത്തൺ അവിടെ കിടപ്പുണ്ടാവും. പൈത്തൺ 3 ആയിരിക്കുന്നതാണ് നല്ലത്. നമുക്കപ്പോൾ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്കിനി നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടൊരു ഡയറക്ടറി ഉണ്ടാക്കണം. ഡെസ്ക്ടോപ്പിലോട്ട്, അതായത് CD സ്പേസ് ഡെസ്ക്ടോപ്പ്, അതായത് CD ഡെസ്ക്ടോപ്പ്, അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ ആയതുകൊണ്ടാണ് അവിടെ നിന്ന് വേറെ ഒന്നും പോകാനുള്ളത്. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം MKDIR ഒറ്റ വേർഡാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിന് ഒരു പേര് കൊടുക്കാം, MKDIR മൈ പ്രൊജക്റ്റ്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് ഡെസ്ക്ടോപ്പിൽ നമ്മുടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ആയി കിടക്കുന്ന ഫോൾഡർ. അതിൻ്റെ കമാൻഡാണ് നമ്മൾ അടിച്ചത്. നമുക്കിനി പൈച്ചാം ഓപ്പൺ ചെയ്യാം. പൈച്ചാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പൈച്ചാം ക്ലിക്ക് ചെയ്ത് പൈച്ചാം ഓപ്പൺ ചെയ്യാം. പൈച്ചാം ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഇവിടെ ഒരു ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ പൈച്ചാമിൽ വന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ പ്രൊജക്റ്റിന്റെ പേര് കൊടുക്കുന്ന ഒരു സ്ഥലം കാണും. ഇവിടെ ഈ ഒരു ലൊക്കേഷനകത്ത് പ്രൊജക്റ്റിന്റെ പേര് കൊടുക്കാൻ കാണിക്കും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ ഫോൾഡർ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. മൈ പ്രൊജക്റ്റ് എന്നുള്ള ഫോൾഡറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി അതിന് ശേഷം ഇവിടെ ന്യൂ എൻവയോൺമെന്റ് യൂസിങ് വെർച്വൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. ഇത് ആക്ച്വലി എപ്പോഴാണ് നമ്മൾ ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റിലേഷൻ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിന്റെ മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ വേണ്ടി വരും. ആ ഒരു സെനോറിയയിലാണ് നമുക്കിത് ആവശ്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ വെർച്വൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു പാർട്ടീഷൻ പോലെ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു പാർട്ടീഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആക്കിയാണ് ചെയ്യുന്നത്. അപ്പം ഇതിലിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടല്ല. നമ്മൾ ജസ്റ്റ് വരിക, നമ്മൾ പ്രൊജക്റ്റ് കൊടുക്കുക, ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, ലോഡ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, കുറച്ച് സമയം എടുക്കുമായിരിക്കും. നമ്മൾ ആ വെർച്വൽ എൻവയോൺമെന്റിനെ കുറിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാരണം നമ്മൾ എന്തായാലും ബാധിക്കാൻ പോകുന്നില്ല. നമ്മൾ പിന്നീട് വലിയ പ്രൊജക്റ്റ് പോലൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാക്കേജസ് മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ ഉപയോഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യണ്ട. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ എങ്ങനെയാണ്, അതായത് വിഷ്വൽ സ്റ്റുഡിയോ എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പം നമ്മൾ ടെർമിനലിലോട്ട് പോവുക, അല്ലെ കമാൻഡ് പ്രോംപ്റ്റിലോട്ട് പോവുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പ് ഫോൾഡറിലാണ്. ഏതിൻ്റെ ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ
മൈ പ്രൊജക്റ്റിലോട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. മൂവ് ചെയ്തതിന് ശേഷം കോഡ് സ്പേസ് ഡോട്ട് ഇടുന്ന സമയത്ത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ അകത്ത് ഈ ഒരു നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ പറ്റും. ആ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ആയി വരും. അപ്പൊ ഇത് നമ്മുടെ കോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പൊ പൈച്ചാമിനകത്ത് നിങ്ങളവിടെ വെർച്വൽ EMD അതേപോലെ എക്സ്റ്റേണൽ ലൈബ്രറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫയൽസ് കാണാം. അപ്പൊ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ നോക്കുക. ഇത് പൈച്ചാമ കുറച്ചും കൂടെ പൈത്തണിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങളും ഈ ഒരു IDE തന്നെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ഫയൽസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് ഈ ഫോൾഡറിന്റെ അകത്ത് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇനി ഇതിന്റെ അകത്ത് പൈത്തൺ ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പൈത്തൺ ഫയലിൽ വന്നിട്ട് ഒരു നെയിം കൊടുക്കുക. നെയിം എന്താണ്? ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഞാൻ തൽക്കാലത്തേക്ക്. അപ്പം ഈ ഒരു ഫസ്റ്റ് ഫയൽ ഞാൻ കൊടുത്ത സമയത്ത് ഇവിടെ കണ്ടോ, ഇവിടെ first.py എന്നാണ് കാണിക്കുന്നത്. first.py, അതായത് നമ്മുടെ പൈത്തൺ പ്രോഗ്രാം എഴുതിയ ഫയലിനെ .py എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അതൊരു പൈത്തൺ ഫയലാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പൈത്തൺ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു പ്രിന്റ് കമാൻഡ് കൊടുത്ത് നോക്കാം. ഹായ് ഓൾ, വെൽക്കം ടു പൈത്തൺ കോഡ് റിവ്യൂസ് എന്ന് നമ്മൾ കൊടുത്തു, എക്സ്പ്ലനേഷൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മളിത് റൺ ചെയ്യാണ്. ഇത് റൺ ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ കൊടുക്കുന്ന സമയത്ത് അവിടെ കണ്ടോ, ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു എഡിറ്ററിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പൈത്തണിന്റെ ഇന്റർപ്രിറ്റർ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ സാധനങ്ങൾ, നമ്മൾ അവിടെ കൊടുത്ത സാധനം ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പൈച്ചാമിന്റെ കേസിലാണ്. ഇനി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരേ ഡയറക്ടറി തന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഇവിടെ വന്നിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ റെഫർ ചെയ്യുന്നത് ഒരേ ഡയറക്ടറിയാണ്, രണ്ട് എഡിറ്ററിൽ നിന്നാണ് മാറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റാം, റൺ പൈത്തൺ ഫയൽ ഇൻ ടെർമിനൽ എന്നുള്ള ഓപ്ഷൻ കാണാം. അങ്ങനെ റൺ പൈത്തൺ ഫയൽ ഇൻ ടെർമിനൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടെർമിനൽ ഓപ്പൺ ആയിട്ട് നമ്മൾ നേരത്തെ പൈച്ചാമിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഈ ഒരു സാധനം റൺ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് കണ്ടത് കാണിക്കാം. ഇത് തന്നെയാണ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.3 കൂടെ ജസ്റ്റ് ആഡ് ചെയ്യാണ്. എന്നിട്ട് കൺട്രോൾ ഞാനിവിടെ സേവ് അടിക്കണം. സേവ് അടിച്ചിട്ട് ഞാൻ വീണ്ടും റൺ ചെയ്യാണ്. അതായത് റൺ ഫയൽ ഇൻ ടെർമിനൽ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കണ്ടോ, അത് വീണ്ടും റൺ ചെയ്തു. അപ്പോൾ സെയിം സാധനം തന്നെയാണ് ചെയ്യുന്നത്. ഇത് പൈച്ചാം ഉപയോഗിച്ചും ചെയ്യാം. ഇനി പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രയാസമുള്ളവർക്കാണെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇനി ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ അകത്ത് ഈ ഒരു സംഭവം വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇത് ഉപയോഗിക്കൊന്നും വേണ്ട. അപ്പൊ നമ്മൾ നേരത്തെ നമ്മളെ ടെർമിനൽ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിലോട്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അതിന് എല്ലാം സെറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ നെയിം ഇവിടെ കാണാം. ഇനി ഇവിടെ നിന്ന് പൈത്തൺ സിസ്റ്റത്തിന്റെ അകത്ത് പൈത്തൺ ടൈപ്പ് ചെയ്യാം. എന്റേത് പൈത്തൺ 3 എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾ പൈത്തൺ ടൈപ്പ് ചെയ്താൽ മതി. ഫയലിന്റെ നെയിം കറക്റ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് റൺ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് എന്തേ കാരണം എന്ന് വെച്ചാൽ ആ ടെർമിനൽ വന്നില്ല, അതില്ല എന്ന് വെച്ചാൽ ടെൻഷൻ ഒന്നും ആവണ്ട. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നേരെ ടെർമിനൽ വന്നിട്ട് ആ ഒരു ഫോൾഡറിൽ കയറുക, അവിടുന്ന് നമ്മുടെ ഫയൽ നെയിം കാണുക, അവിടുന്ന് എന്ത് ചെയ്യാം, പൈത്തൺ സ്പേസ് ഫയൽ നെയിം അടിച്ചു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. പൈത്തൺ ഉണ്ടാക്കി അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇനി അവിടെ എന്തെങ്കിലും എററോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയോ അല്ലെ അവിടെ വരുന്ന സജഷൻസ് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി മുതൽ ഞാൻ പൈച്ചാമാണ് ഫോളോ ചെയ്യുന്നത്. വിഷ്വൽ സ്റ്റുഡിയോയിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പൈച്ചാമിൽ ഫോളോ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ ടെർമിനലിൽ കാണിച്ചിട്ടുണ്ട് എന്താണ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇവിടെ ഇപ്പം നമുക്കിനിയിപ്പം പൈത്തണിന്റെ ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തണിന്റെ അകത്ത് അടുത്ത് വരുന്നതാണ് വേരിയബിൾസ്.
അല്ലെങ്കിൽ വേരിയബിൾസ് എന്താണെന്നുള്ളതാണ് നമുക്ക് അടുത്ത നോക്കേണ്ടത്. അപ്പം വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളൊരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അതൊരു പാത്രം പോലെയാണ്, ഒരു ഒരു കണ്ടെയ്നർ. അപ്പം അത് എന്തിനു യൂസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ഡാറ്റകൾ അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അതായത് വേരിയബിൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വാല്യൂസ് മാറും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് അതിന് വേരിയബിൾസ്, വേരിയിങ് എന്നുള്ള രീതിയിൽ വരുന്ന വേരിയബിൾസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം അതൊരു പാത്രം പോലെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഇവിടെ ഇപ്പൊ ഞാന് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. വൈ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് വേറൊരു നമ്പർ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞാൻ അതിന്റെ സം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഒരു സം ഈക്വൽ ടു അല്ലെങ്കിൽ രണ്ടിന് വന്നിട്ട് എക്സ് പ്ലസ് വൈ കൊടുത്തു. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് എക്സ് ഒരു വേരിയബിൾ ആണ്, വൈ ഒരു വേരിയബിൾ ആണ്. ഇപ്പൊ എക്സിൽ ഞാനൊരു വാല്യൂ വെച്ചു, വൈയിൽ ഞാനൊരു വാല്യൂ വെച്ചു. എന്നിട്ട് അത് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണ് ഈ എക്സ് വൈ എന്നും പറഞ്ഞാണ് അതിന് റെഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മള് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു പാത്രം പോലെയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കും. ആ വാല്യൂസ് നമ്മള് എന്തിനു വേണ്ടി നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രോഗ്രാമിങ്ങിന്റെ അകത്ത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കുന്നത് വേരിയബിൾസിന്റെ അകത്തുണ്ട്. അപ്പം ഇതാണ് ഒരു വേരിയബിൾസിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്നത് ഇപ്പം ഡാറ്റ ടൈപ്സ് വരും. ഇപ്പൊ വേറെ ഏതെങ്കിലും പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ടൈപ്പ് ആ ഡാറ്റ ടൈപ്പ് വേണ്ടത്, ആ ഒരു ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ഇന്റ് എക്സ് എന്നൊക്കെ കൊടുത്തിട്ടാണ് വേണമായിരുന്നു നമ്മൾ ഫയൽ സ്റ്റോർ ചെയ്യുന്നത്. അതായത് സിന്റെ അകത്ത് മറ്റു പ്രോഗ്രാമിന്റെ അകത്ത്. ഇവിടെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു എക്സിനെ എന്താക്കാണ് ഇന്റീജർ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ഇനിയിപ്പോ നമ്മളിപ്പം എക്സിനകത്ത് ഒരു ഹെലോ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഹെലോ ആയിട്ട് മാറും. അപ്പോൾ നമ്മളിപ്പോ ഇവിടെ വൈ കൊടുത്ത് 4 കൊടുത്ത സമയത്ത് 4.4 കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്റീജറിന് പകരം ഫ്ലോട്ടിംഗ് നമ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. മെയിനായിട്ട് ഇപ്പോൾ ഏതൊരു ലാംഗ്വേജിലും വരുന്ന ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഇന്റീജേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് സ്ട്രിങ്സ് ഉണ്ടാവാം. സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സിന്റെ കളക്ഷൻ ആവാം, അത് സിംഗിൾ ക്യാരക്ടർ ആവാം. എന്ത് തന്നെ ആയാലും അത് ഡബിൾ കോഡ്സിന്റെ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ ഒരു വരുന്ന സംഭവത്തിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയാറ്. അതൊരു എറേ പോലെയാണ്, ഒരു ക്യാരക്ടർ എറേ പോലെയാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പം ആ ഒരു രീതിയിലാണ് ഡാറ്റ ടൈപ്പുകൾ വരുന്നത്. അതായത് നമ്മൾ സ്ട്രിങ് പറഞ്ഞു, നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് പറഞ്ഞു, പിന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് പറഞ്ഞു. അതായത് ഡെസിമൽ പ്ലേസ് വരുന്ന കാര്യത്തിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് പൈത്തൻ്റെ അകത്ത് നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലിസ്റ്റ് ആണ് വരുന്നത്, പിന്നെ ടപ്പിൾ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിക്ഷണറി, പിന്നെ സെറ്റ്സ്. ഇതൊക്കെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ വരുന്ന വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പം തൽക്കാലം നമ്മൾ ഇൻറ്റീജറും ഇതും വെച്ച് വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു പാത്രം പോലെയാണ്. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേരിയബിളിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഈ പ്രിന്റിന്റെ അകത്ത് ഇപ്പൊ നമ്മളൊരു സ്ട്രിങ്ങിന് ഹെലോ കൊടുത്തിട്ട് കോമ എക്സ് കോമ വൈ കോമ കോമ ഇട്ടിട്ട് നമ്മൾ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളൊന്ന് റൺ ചെയ്ത് ഓക്കെ. ഇവിടെ ഇപ്പോ എറർ വന്നിട്ടുണ്ട്. എന്താണ് മസ്റ്റ് ബി എ സ്ട്രിങ് നോട്ട് എ ഫ്ലോട്ട്. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു എറർ ഉണ്ടായത്? അപ്പൊ നമ്മളിപ്പോ ഇവിടെ ആദ്യത്തെ ഒരു സ്ട്രിങ് ആക്കി കൊടുത്തുകൊണ്ട് ഒരു സ്ട്രിങ്ങിനെ ഒരു സ്ട്രിങ്ങും തമ്മിലെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റീജർ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്റീജർ ആകുമ്പോഴോ അല്ലെങ്കിൽ ഇന്റീജർ ഫ്ലോട്ട് ആ ഒരു നമ്പേഴ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു എറർ വന്നത്. ഞാനിവിടെ 5 ആക്കി കൊടുത്തു. ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കുകയാണ്. കണ്ടോ? ഇപ്പൊ ഇവിടെ കൊണ്ടുവരുന്ന ഹലോ വന്നു.
പിന്നെ ഈ എക്സിന്റെ സ്ഥാനത്ത് 4.4, എക്സിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 5 വന്നു, വൈന്റെ സ്ഥാനത്ത് 4.4 വന്നു, ഈ സമ്മിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? 9.4 എന്ന് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ വേറൊരു രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്യുന്ന കൂടെ വരാന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പകരം പ്ലസ് ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ പ്ലസ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും എറർ വന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എറർ വരണം, എറർ വന്നിട്ട് നമ്മൾ അത് വായിച്ച് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു എറർ വായിച്ച് മനസ്സിലാക്കി തരാൻ പോവാണ്. ഇവിടെ കണ്ടോ, ഈ ട്രേസ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാണ് നമ്മുടെ ഫയലിനകത്ത്, അതായത് ഫസ്റ്റ് നമ്മുടെ മൈ പ്രൊജക്റ്റിന്റെ അകത്തുള്ള ഫസ്റ്റ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന നമ്മുടെ പൈത്തൺ ഫയൽ അല്ലെങ്കിൽ പൈത്തൺ സ്ക്രിപ്റ്റിന്റെ അകത്ത് 9ാമത്തെ ലൈനില് ഒരു എറർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കി 1, 2, 3, 4, 5, 6, 8, 9, 9, ഈ ലൈനിലാണ് എറർ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ എററിനകത്ത് എന്താ പറയുന്നത്, എല്ലോ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിന്റെ കൂടെ നമ്മൾ എക്സ് വൈ ഇതൊക്കെ പ്ലസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എറർ വന്നിരിക്കുന്നത് എന്താ, മസ്റ്റ് ബി എ സ്ട്രിങ് നോട്ട് ആൻ ഇന്റ്, അതായത് ഒരിക്കലും ഒരു സ്ട്രിങ്ങിന്റെ കൂടെ ഒരു ഇൻഡിജർ എന്ത് ചെയ്യാൻ പറ്റൂല, ആഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് എററാണെന്നുള്ളത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഡിജറിനെ ഇവിടെ നിന്ന് സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ആക്കുക. ഇതൊക്കെ നമ്മുടെ ഇന്റീരിയേഴ്സ് ആണ്. നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് str എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ്. എന്നിട്ട് റൺ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ കണ്ടോ നമ്മുടെ ആ ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്കത് ഫോർമാറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യം നമുക്കിപ്പോ പറയാം. അപ്പൊ ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രിങ്ങിന്റെ കൂടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സാധനത്തിന്റെ കൂടെ നമ്മൾ കണ്ടന്റ് കൊണ്ടുവരിക. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മളിപ്പോ ഹലോ എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരുന്നു, ഈ എക്സ് എന്ന് പറയുന്നത് 5 ആണ്. പക്ഷെ ഇവിടെ 5 തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ നമ്മളിവിടെ സ്ട്രിങ് ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ട്രിങ്ങിന്റെ കൂടെ പ്ലസ് വരുമ്പോൾ കൺകാറ്റിനേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ആ സ്ട്രിങ്ങിന്റെ കൂടെ ഈ ഒരു പാർട്ടും കൂടെ ആഡ് ആയിട്ട് വരിക ചെയ്യാം. അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്പറിന് സ്ട്രിങ് ആക്കി. അപ്പോ അതൊന്ന് ക്ലിയർ, വേറൊരു വേരിയബിൾ എടുക്കുകയാണ്. ഇതിന്റെ അകത്ത് ഞാൻ എന്താണ് ഈ കോഡ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, 5 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്യാണ് 3 മിനിറ്റ് ടൈപ്പ് ഓഫ് സെറ്റ് കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് എന്ത് ചെയ്യുക, 3 മിനിറ്റ് ടൈപ്പ് ഓഫ് എക്സ് കൊടുക്കും. അപ്പൊ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. ഈ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, അതായത് ഈ സെറ്റിന്റെ ഒരു സ്ട്രിങ്ങും ക്ലാസിന്റെ ഒരു ഇന്റിജറുമാണ്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡബിൾ കോട്സിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് എന്തായിട്ടേ കൺസിഡർ ആക്കിയുള്ളൂ, ഒരു സ്ട്രിങ് ആയിട്ട്. ഡബിൾ കോട്സോ അല്ലെങ്കിൽ സിംഗിൾ കോട്സോ അത് എങ്ങനെ വേണം ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്ട്രിങ് ആയിട്ടാണ് ഡൈനാമിക്കലി ടൈപ്പ് ചെയ്യും. ഡൈനാമിക്കലി അതിന്റെ ടൈപ്പ് സ്ട്രിങ് ആയിട്ട് മാറ്റിയിട്ടാണ് പൈത്തൺ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രിന്റും പിന്നെ വേരിയബിൾസ് എന്താണെന്നാണ് ഇപ്പൊ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രിന്റിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നിങ്ങളത് പ്രിന്റിന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രിന്റ് ഡബിൾ കോട്സിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ സിംഗിൾ കോട്സ് ആയാലും അത് സ്ട്രിങ് ആണ് പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഇപ്പോ ഞാനിതൊന്ന് റൺ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്തു, അത് സ്ട്രിങ് ആയിട്ട് മാറ്റാം. ഡബിൾ കോട്സോ അല്ലെ സിംഗിൾ കോട്സ് എന്തോ ആവട്ടെ, അത് എന്ത് ചെയ്യും, നമുക്ക് സ്ട്രിങ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഡബിൾ എന്ത് ചെയ്യണം, ഇപ്പം ഇത് വേറൊരു രീതിയിൽ മാറ്റണം എന്ന് വെക്കാം. ഈ അപ്പോസ്ട്രോഫി എസ് വെച്ചിട്ട്
സോൺ എന്ന് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു എറർ ഇവിടെ തന്നെ കാണിക്കുന്നത് എന്തുകൊണ്ടാ? ഈ ഒരു സ്ട്രിങ് തുടങ്ങി, ഈ സിംഗിൾ കോഡ്സ് തുടങ്ങി ഇവിടെ വരുമ്പോഴത്തേക്ക് പൈത്തൺ എന്ത് ചെയ്യാണ്, ഇതിന്റെ എന്താണെന്ന് അസ്യൂം ചെയ്യാണ്. നമ്മൾ സിംഗിൾ കോഡ്സ് ഉള്ളിൽ ഇടണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള എന്തായിരിക്കണം, ഡബിൾ കോഡ്സ് ആയിട്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ഇനി ഉള്ളിൽ ഡബിൾ കോഡ്സ് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സിംഗിൾ കോഡ്സിൽ തുടങ്ങിയിട്ട് സിംഗിൾ കോഡ്സ് തന്നെ അവസാനിപ്പിക്കും. റൺ ചെയ്യണം. കണ്ടോ, ഈ സ്റ്റോൺ എന്നുള്ളത് ഈ അപ്പോസ്ട്രോഫിയുടെ ഈ സിംഗിൾ കോഴ്സ് ഇവിടെ വന്നത് കണ്ടോ. നമുക്ക് എങ്ങനെയാണോ പ്രിന്റ് ചെയ്യേണ്ടത് ആ രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം, കോഡ് ചെയ്യണം. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഒരു ഇതെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു ടാസ്ക് തരികയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു x=5 വെച്ച് y=6 എന്ന് കൊടുത്തിട്ട് സം ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. ഇനി എനിക്കിത് എന്താ പറയാ, ഇപ്പം എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട എത്രയാണ്, ഇപ്പം എന്താണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്, അതായത് നമുക്ക് ഔട്ട്പുട്ടിൻ്റെ അകത്ത് 5 പ്ലസ് 6 ഈക്വൽ ടു 11 എന്ന് കാണിക്കണം. ഇത് ഇങ്ങനെ തന്നെ കൊടുക്കാനല്ല, ഈ വേരിയബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കാണിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഇതിന്റെ ഒരു സൊല്യൂഷൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ താങ്ക്